ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും, ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും, തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഒരു പക്ഷേ ഇങ്ങനെ ഒരു വരി നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ആ പാട്ടിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വരികളിൽ എന്താണ് പ്രസംഗിക്കാനുള്ളത്? ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിനക്കെൻ്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടിട്ട് ജീവനോടെ ഇരിക്കില്ല. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ആ പാറയുടെ പിളർപ്പിൽ ആക്കും. ദൈവപുരുഷനാകുന്ന മോശ ദൈവത്തോട് പറയുകയാണ്, ചോദിക്കുകയാണ്, ദൈവമേ എനിക്ക് നിന്റെ തേജസ് കാണണം, എനിക്ക് നിന്റെ മുഖം കാണണം. ദൈവം മോശയോട് പറയുന്നു, നീ ചോദിച്ചത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ തേജസ്, എൻ്റെ മഹത്വം, എൻ്റെ ശക്തി നിന്നെ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ നിന്റെ കണ്ണിനും നിന്റെ ശരീരത്തിനും അത് താങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ മഹത്വം, എൻ്റെ തേജസ് കാണാനുള്ള ആ കപ്പാസിറ്റി നിനക്കില്ല. എന്നാൽ ഒരു വഴിയുണ്ട്. അവിടെ ഒരു പാറ നീ കാണുന്നുണ്ടോ? നീ ആ പാറയുടെ മേളിൽ നിൽക്കണം. എന്നിട്ട് അതിൻ്റെ പിളർപ്പുകളിലേക്ക് നീ ഇറങ്ങണം. ആ പാറയുടെ പിളർപ്പിൽ കയറിയിരുന്നാൽ നിനക്കെൻ്റെ തേജസ്, എൻ്റെ മഹത്വം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, മാനവകുലത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തേജസ്, ആദാമ്യ വർഗം ചെയ്ത പാപം നിമിത്തം ആദാമിലും ഹൗവയിലൂടെ വെളിപ്പെട്ട
തിന്മ നിമിത്തം, അനുസരണക്കേട് നിമിത്തം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവികമായ തേജസ്സിനെ തിരിച്ചു കൊടുക്കുവാൻ, മടക്കിക്കൊണ്ടുവരുവാനാണ് ദൈവം തൻ്റെ പുത്രനെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചും ഇരിക്കുന്നു. യേശു കർത്താവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചതു തന്നെ ഈ തേജസ്സിലേക്ക് നാം മടങ്ങി വരുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ബൈബിളിൽ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ തേജസ്സിൻ്റെ കർത്താവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മോശയ്ക്ക് ഈ മഹത്വം, ഈ തേജസ് കാണാൻ ഒരു പിളർന്ന പാറയുടെ അകത്ത് നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഈ മഹത്വം നമ്മൾ ക്യാരി ചെയ്യുവാൻ, ഈ മഹത്വം നമ്മിലേക്ക് വെളിപ്പെടുവാൻ ഈ ഭൂമിയിലേക്ക് പാറയാകുന്ന ക്രിസ്തു ഇറങ്ങി വന്നു. ബൈബിൾ ഇങ്ങനെയല്ലേ പറയുന്നേ, അവർ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. അതെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പിളർന്ന പാറ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ തേജസ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന പിളർന്ന പാറ, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി പിളർന്ന പാറ, നമ്മുടെ നിത്യജീവനായി പിളർന്ന പാറ, ശരീരം മുഴവ് ചാല് പോലെ കീറിയ ക്രിസ്തുവിനെയാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ പുതിയ നിയമത്തിൽ ഞാൻ പിളർന്ന പാറയായി കാണുന്നത്. പിളർന്നതാം പാറയെ ഞാൻ നിന്നിൽ മറയട്ടെ, എൻ്റെ കർത്താവേ ഞാൻ നിന്നിൽ മറയട്ടെ. നഷ്ടപ്പെട്ട തേജസ് എന്നിലേക്ക് മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ട സൗഖ്യം എന്നിൽ ഉണ്ടാകുവാൻ, നഷ്ടപ്പെട്ട സമാധാനം എനിക്ക് തിരിച്ചു ലഭിക്കുവാൻ, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം എന്നിൽ മടങ്ങി വരുവാൻ പിളർന്നതാം പാറയെ, പാറയാകുന്ന ക്രിസ്തുവേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം